നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് കാലത്ത് കേരളത്തിലേക്ക് മടങ്ങുന്ന പ്രവാസി മലയാളികളെ സഹായിക്കുവാൻ 1 ലക്ഷം രൂപ വരെ സ്വർണ്ണ പണയ വായ്പാ പദ്ധതി നടപ്പിലാക്കുമെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കഴിഞ്ഞു. വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ആദ്യ 4 മാസത്തേക്ക് പലിശ നിരക്ക് വെറും 3%, തുടർന്ന് സാധാരണ നിലയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നോർക്ക ID ഉള്ള ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുന്ന പ്രവാസി കേരളീയർക്കും ഇതേ വായ്പ തന്നെയാണ് ലഭിക്കുക. പ്രവാസി ചിട്ടിയിലെ അംഗങ്ങൾക്ക് 3% പലിശ നിരക്കിൽ 1.5 ലക്ഷം രൂപ വരെ വായ്പ നൽകും. 10,000 രൂപ വരെയുള്ള സ്വർണ്ണ പണയ വായ്പ നിലവിലുള്ള പലിശ നിരക്കിൽ നിന്ന് 1% കുറച്ച് 8.5% പലിശ നിരക്കിൽ ലഭ്യമാവുകയും ചെയ്യും. ചെറുകിട വ്യാപാരികൾക്ക് 1 ലക്ഷം രൂപ വരെ വായ്പ നൽകുകയും ചെയ്യും. പരമാവധി കാലാവധി 24 മാസമാണ്. ഡെയിലി ഡിമിനിഷിംഗ് രീതിയിൽ 11.50% പലിശ നിരക്ക്. കൃത്യമായി തിരിച്ചടയ്ക്കുന്ന ആളുകൾക്ക് പലിശ 11% മാത്രമായിരിക്കും. FD, ബാങ്ക് ഗ്യാരണ്ടി, സ്വർണം എന്നിവ ജാമ്യം നൽകുന്നവർക്ക് 10.5% പലിശ. വ്യാപാരികൾക്ക് 2 വർഷം കാലാവധിയുള്ള ഗ്രൂപ്പ് വായ്പാ പദ്ധതിയും ഒരുക്കി കഴിഞ്ഞു. ഓരോ ഗ്രൂപ്പിലും 20 പേർ വീതമാണ് ഉണ്ടാവുക. എല്ലാ മാസവും നിശ്ചയിച്ച തുക വെച്ച് എല്ലാവരും അടച്ചിരിക്കണം. 4 മാസങ്ങൾക്ക് ശേഷം ആവശ്യക്കാർക്ക് ചിട്ടി അല്ലെങ്കിൽ വായ്പാ പദ്ധതി തുക മുൻകൂറായി നൽകുകയും ചെയ്യും. 4 മാസങ്ങൾക്ക് ശേഷം തുക കൈപ്പറ്റുന്ന അംഗങ്ങൾക്ക് നേരത്തെ എടുക്കുന്ന അംഗങ്ങളെക്കാൾ കൂടുതൽ തുകയാണ് ലഭിക്കുക. കുടിശ്ശികക്കാർക്ക് ആശ്വാസമായി എല്ലാ റവന്യൂ റിക്കവറി നടപടികളും ജൂൺ 30 വരെയാണ് നിർത്തിവെക്കുന്നത്. 2019-20 പ്രഖ്യാപിച്ച കുടിശ്ശിക നിവാരണ ഇളവ് പദ്ധതികൾ ജൂൺ 30 വരെ നീട്ടിയതായും അറിയാൻ കഴിയുന്നുണ്ട്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ ഭാഗമായി പിഴപ്പലിശ ബാധകമായ എല്ലാ വായ്പാ പദ്ധതികളുടെയും 2020 മാർച്ച് 21 മുതൽ 2020 മാർച്ച് 30 വരെയുള്ള കാലയളവിലെ തവണകൾക്ക് പിഴപ്പലിശ ഒഴിവാക്കിയെന്ന് മുഖ്യമന്ത്രി COVID-19 വിവരങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കി കഴിഞ്ഞു. 12 പേർക്കാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ആരുടെയും പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവ് ആയിട്ടുമില്ല. കണ്ണൂർ ജില്ലയിൽ 5 പേർക്കും, മലപ്പുറത്ത് 3 പേർക്കും, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഒരാൾ വീതവുമാണ് ഇന്ന് പരിശോധനാ ഫലം പോസിറ്റീവായി ഉള്ളവർ. ഇന്ന് പോസിറ്റീവായ എല്ലാ കേസുകളും പുറത്തുനിന്ന് വന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വിദേശത്ത് നിന്ന് വന്ന 4 പേർക്കാണ് ഇന്ന് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 8 പേരിൽ 6 പേർ മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല ഗുജറാത്തിൽ നിന്നും ഒരാൾക്കും തമിഴ്നാട്ടിൽ നിന്നും ഒരാൾക്കും കേരളത്തിലെത്തിയതിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതുവരെ 642 പേർക്കാണ് ആ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 142 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 72,000-ഓളം പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ ഉള്ളത്. 71,545 പേർ വീടുകളിലും 455 പേർ ആശുപത്രികളിലും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.